Hi, we measures of dispersion ആണ് നോക്കുന്നത്. അപ്പോൾ measures of dispersion എന്ന് പറഞ്ഞാൽ the numerical values by which we measure the dispersion or variability of a set of data or frequency distribution are called measures of dispersion. അതായത് നമുക്ക് ഡാറ്റ സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ന്യൂമറിക്കൽ വാല്യൂസ് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമുക്ക് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ, ഒന്ന് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. സോ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് റേഞ്ച്, ഒന്ന് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഒന്ന് മീൻ ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് നിങ്ങൾക്ക് വേരിയൻസ് പഠിക്കാനില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ വേരിയൻസ് ഡിഫൈൻ ചെയ്യും. വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതിൻ്റെ റിലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ വേരിയൻസ് പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ദി റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനിൽ 4 കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇതാണ്, അതായത് ഈ ഇവിടെ തന്നിട്ടുള്ളതിൻ്റെയൊക്കെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത് വരുന്നത്, റിലേറ്റീവ് മെഷറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ റേഞ്ചാണ് പഠിക്കുന്നത്. റേഞ്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഒബ്സർവേഷൻ ഇൻ സെറ്റ് ഓഫ് ഡാറ്റ. നമുക്കൊരു സെറ്റ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ലാർജസ്റ്റ് ഒബ്സർവേഷനിൽ നിന്ന് സ്മോളസ്റ്റ് ഒബ്സർവേഷൻ്റെ ഡിഫറൻസ് ആണ് എന്ത്, റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമുക്ക് 1, 2, 3, 10, 11 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് ഒബ്സർവേഷൻ ഇവിടെ 11 ആണ്, സ്മോളസ്റ്റ് ഒബ്സർവേഷൻ 1 ആണ്. സോ 11 - 1 പറഞ്ഞത് 10. അതാണ് നമ്മളുടെ എന്ത് വരുന്നത്, റേഞ്ച് വരുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക, റേഞ്ച് ഈക്വൽ ടു L - S എന്നാണ്. L എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ, S എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ. ഇൻ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസ് L and S ആർ ഈസിലി ഐഡൻറ്റിഫൈഡ്. അത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1, 2, 3, 4, 5 എന്നൊക്കെ തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ലാർജസ്റ്റ് വാല്യൂം സ്മോളസ്റ്റ് വാല്യൂം കണ്ടെത്താൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഇവിടെ മൊത്തം, അതായത് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ മൊത്തം പറഞ്ഞിട്ട് റിലേറ്റീവ് മെഷർ പറയല്ല, ആദ്യം റേഞ്ച് പറയുക, പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് പറയുക, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് പറഞ്ഞാൽ പെർസെൻറ്റേജ് റേഷ്യോ ഓഫ് റേഞ്ച് ആൻഡ് സം ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. അതായത് പെർസെൻറ്റേജ് റേഷ്യോ ആണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിൻ്റെ പെർസെൻറ്റേജ് ഓഫ് റേഷ്യോ, റേഞ്ചിൻ്റെയും പിന്നെന്താ സം ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഒബ്സർവേഷൻ. മാക്സിമം മിനിമം ഒബ്സർവേഷൻ സമ്മ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് പറയുക. അതായത് നമുക്ക് 1, 2, 3, 4, 5 ഞാൻ ഇൻഡിവിജ്വൽ വാല്യൂസിലാണ് എടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലാർജസ്റ്റ് ഒബ്സർവേഷൻ 5 ആണ്, സ്മോളസ്റ്റ് ഒബ്സർവേഷൻ 1 ആണ്. സോ 5 - 1 ഡിവൈഡഡ് ഇവ തമ്മിലുള്ള അഡീഷൻ. സോ 5 + 1 ഇൻറ്റു 100. ഇതാണ് എന്ത്, നമ്മളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതാണോ ലാർജസ്റ്റ് വാല്യൂ, ഏതാണോ സ്മോളസ്റ്റ് വാല്യൂ, അവ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റേഷ്യോ. അതിൻ്റെ റേഷ്യോ 5 - 1 ഡിവൈഡഡ് 5 + 1. ഓക്കെ, മാക്സിമം മിനിമം വാല്യൂ മൈനസ് ചെയ്യുക, അതിന് ഏതുമായിട്ട് റേഷ്യോ എടുക്കുക, മാക്സിമം വാല്യൂ പ്ലസ് മിനിമം വാല്യൂ ഇൻറ്റു 100. കാരണം പെർസെൻറ്റേജ് വരുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, 100 വരുന്നത്. അപ്പോൾ ഈക്വേഷൻ പഠിച്ചു വയ്ക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിളാണ് നോക്കുന്നത്, റേഞ്ചിൻ്റെ എക്സാമ്പിളും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിൻ്റെ എക്സാമ്പിളും. സോ മന്ത്ലി ഇൻകംസ് ഇൻ ടേക്ക് ഓഫ് 7 എംപ്ലോയീസ് ഓഫ് എ ഫേം ആർ 5,500, 5,750, 6,500, 6,750, 7,000 ആൻഡ് 8,500. ഓക്കെ, അപ്പോൾ ഇവിടെ 6,750 എന്നാണ് കേട്ടോ. ഇവിടെ ഒന്ന് അടുപ്പിച്ച് എഴുതിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കമ്പ്യൂട്ട് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റേഞ്ച് പറയുമ്പോൾ നമുക്കിതിൽ ഏതാ വലിയ വാല്യൂ, 8,500 ആണ് ഒരു വലിയ വാല്യൂ വരുന്നത്. പിന്നെ ചെറിയ വാല്യൂ 5,500 ആണ് വരുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8,500 - 5,500 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 3,000 വരും. ഇവിടെ ടീക്ക് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സോ 3,000 ആണ് നമ്മളുടെ എന്ത് വരുന്നത്, റേഞ്ച് വരുന്നത്. ദെൻ നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഏത് ലാർജസ്റ്റ് വാല്യൂ, 8,500ഉം 5,500ഉം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈക്വൽ ടു 8,500 - 5,500 ഡിവൈഡഡ് 8,500 + 5,500 ഇൻറ്റു 100. സോ 8,500 - 5,500 പറഞ്ഞാൽ 3,000 ഡിവൈഡഡ് ബൈ 14,000 ഇൻറ്റു 100 വരുമ്പോൾ നമുക്ക് 21.43% വരും. ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റേഞ്ച് ആണ് പറയുന്നത്. സോ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദി റേഞ്ച് മെഷർ ദി ടോട്ടൽ സ്പ്രെഡ് ഇൻ ദി സെറ്റ് ഓഫ് ഡാറ്റ. റേഞ്ച് മെഷർ ചെയ്യുന്നത് നമ്മളുടെ സെറ്റ് ഓഫ് ഡാറ്റയിലെ
ടോട്ടൽ സ്പ്രെഡ് ചെയ്യണം. അതായത് ടോട്ടൽ വാല്യൂസിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, റേഞ്ച് കണ്ടെത്തുന്നത്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്, അത് റിജിഡ്ലി ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ. റേഞ്ച് എന്ന് പറഞ്ഞതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെഷർ, ഡിസ്പെർഷനിലെ ഏറ്റവും സിംപ്ലസ്റ്റ് മെഷർ എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ്. ആൻഡ് ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ഈസിയസ്റ്റ് ടു കമ്പ്യൂട്ട്. നമുക്ക് ഈസി ആയിട്ട് റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും ഒക്കെ കണ്ടെത്താൻ പറ്റും. സോ ഇറ്റ് ടേക്സ് ദി മിനിമം ടൈം ടു കമ്പ്യൂട്ട്. നമുക്ക് കുറച്ച് ടൈം മതി, അതിന് വലിയ വാല്യൂയും ചെറിയ വാല്യൂയും കണ്ടെത്താനുള്ള ടൈം മാത്രം മതി. പിന്നെ നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൺലി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്. അതേപോലെ റേഞ്ച് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്, മാക്സിമം ആൻഡ് മിനിമം വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് റേഞ്ച് ഉള്ളത്. ഓക്കെ, ഇനി ഡിമെറിറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ടു ഒബ്സർവേഷൻ ഓഫ് സെറ്റ് ഓഫ് ഡാറ്റ. നമ്മൾ പറഞ്ഞു മിനിമം വാല്യൂവിനെയും മാക്സിമം വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിട്ടുള്ള എല്ലാ ഒബ്സർവേഷനെയും എന്ത് ചെയ്യണില്ല, ഡിപ്പെൻഡ് ചെയ്യണില്ല. അതൊരു ഡിമെറിറ്റ് ആണ്. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ. സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് കനോട്ട് ബി കമ്പ്യൂട്ടഡ് ഇൻ കേസ് ഓഫ് ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഇങ്ങനെ ഇൻ്റർവെൽ തരികയാണ് 0 to 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻ്റർവെൽ തരികയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിലൊരിക്കലും നമുക്ക് എന്ത് പറ്റില്ല, കമ്പ്യൂട്ട് ചെയ്യാൻ റേഞ്ച് പറ്റില്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, എഫക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി റേഞ്ചിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി റേഞ്ച് ഈസ് യൂസ്ഡ് വെൻ യു ഹാവ് ഓർഡിനൽ ഡാറ്റ ഓർ യു ആർ പ്രസൻറ്റിംഗ് യുവർ റിസൾട്ട് ടു പീപ്പിൾ വിത്ത് ലിറ്റിൽ ഓർ നോ നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഈ റേഞ്ച് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ട് അറിയണം നമുക്ക് നിർബന്ധമില്ല. സോ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്ന ആൾക്കും സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാത്ത ആൾക്കും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ദി റേഞ്ച് ഈസ് റയർലി യൂസ്ഡ് ഇൻ സയൻറ്റിഫിക് വർക്ക് ആസ് ഇറ്റ്സ് ഫെയർലി ഇൻസെൻസിറ്റീവ്. സോ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എവിടെ ഇൻസെൻസിറ്റീവ് ആയിട്ട് റയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി 2 സ്കോർസ് ഇൻ ദാറ്റ് സെറ്റ് ഓഫ് ഡാറ്റ, XL ആൻഡ് XS. അതായത് ആകെ ഈ ഒരു സ്കോർസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് XLനെയും XSനെയും. ടു വെരി ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഡാറ്റ ക്യാൻ ഹാവ് ദി സെയിം റേഞ്ച്. അതായത് ഇപ്പോൾ ഈ ഒരു സെറ്റ് ഡാറ്റ തന്നിട്ടുണ്ട്, ഈ ഒരു സെറ്റ് ഡാറ്റയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞത് എന്താണ്, സെയിം ആണ്. കാരണം നോക്കുക, ഇതിൽ ഹയസ്റ്റ് 9 ആണ്, ലോവസ്റ്റ് 1 ആണ്. അതേപോലെ പടി ഹയസ്റ്റ് 9 ആണ്, ലോവസ്റ്റ് 1 ആണ്. അപ്പോൾ രണ്ടിൽ കൂടുതൽ ഡിഫറെൻറ്റ് സെറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സെയിം എന്ത് വരും, റേഞ്ച് വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് പറയുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ നിങ്ങൾ നോക്കാം, ഇതിൽ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പറഞ്ഞത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. സെക്കൻഡ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് പറയാം. അപ്പോൾ നോക്കുക, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ആവറേജ് ഡിഫറൻസ് ഓഫ് തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ ഈസ് നോൺ ആസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. നമ്മൾ ആവറേജ് ഡിഫറൻറ്റ് തേർഡ് ക്വാർട്ടൈലിൻ്റെയും ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെയും ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആവറേജ് ഡിഫറൻസ് കേട്ടോ. ആവറേജ് ഡിഫറൻസിനെയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ 2. Q3 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടൈൽ, Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈൽ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആവറേജ് മീനിങ് വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ 2 വന്നത്. ദെൻ അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ദി റിലേറ്റീവ് മെഷർ കറസ്പോണ്ടിങ് ടു ദിസ് മെഷർ കോൾഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു, ഇവിടെ ഈ ഒരു ഡോട്ട് വേണ്ട കേട്ടോ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു X എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. X ഈക്വൽ ടു Q3 - Q1 ഡിവൈഡഡ് Q3 + Q1 × 100. അതായത് തേർഡ് ക്വാർട്ടൈൽ മൈനസ് ഫസ്റ്റ് ക്വാർട്ടൈൽ ഡിവൈഡഡ്, റേഷ്യോ എടുക്കുകയാണ് എന്തിൻ്റെ, തേർഡ് ക്വാർട്ടൈൽ പ്ലസ് ഫസ്റ്റ് ക്വാർട്ടൈൽ ഇൻറ്റു 100. ഓക്കെ, the relative measure corresponding to this measure called the coefficient of quartile deviation. അപ്പോൾ ഈ ജസ്റ്റ് ക്വാർട്ടൈൽ ഡിവിയേഷൻ ഒക്കെ ഡെഫിനേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതി വെക്കാം. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്വാർട്ടൈൽ ഡിവിയേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് സുപ്പീരിയർ ടു റേഞ്ച് ആസ് എ മെഷർ ഓഫ് വേരിയേഷൻ. അതെന്താണ്, റേഞ്ച് മെഷർ ഓഫ് വേരിയേഷൻ്റെ റേഞ്ചാണ് ഏകദേശം നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ഓപ്പൺ ഡിസ്ട്രിബ്യൂഷൻ. ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് എക്സ്ട്രീം വാല്യൂ. എക്സ്ട്രീം വാല്യൂസിൻ്റെ പ്രസൻസിൽ നമുക്ക് ഇത് എന്തില്ല, എഫക്റ്റ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻ കേസ് ഓഫ് ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും അതെന്താണ്, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടല്ല എന്തിരിക്കുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ബേസ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഇഗ്നോർസ് ദി ഫസ്റ്റ് 25%, ലാസ്റ്റ് 25% ഓഫ് ദി ഒബ്സർവേഷൻ. അത് നമുക്ക് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ തരികയാണെങ്കിൽ ഫസ്റ്റ് 25% നമ്മൾ എന്താ പറയുക, Q1 എന്ന് പറയും. സെക്കൻഡ് 50% നമ്മൾ Q2 എന്ന് പറയും. അതായത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളതാണ് സെക്കൻഡ് ക്വാർട്ടൈൽ. ദെൻ അടുത്തത് തേർഡ് ക്വാർട്ടൈൽ Q3 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് Q1 എന്ന് പറഞ്ഞത് 25% ആൻഡ് ഇവിടുന്ന് മുതൽ Q2 വരെയുള്ള 75%.
ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് 25%ഉം ലാസ്റ്റ് 25%ഉം തമ്മിലുള്ള ഒബ്സർവേഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷനിൽ യൂസ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് മാത്തമെറ്റിക്കൽ മാനിപ്പുലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് വെരി മച്ച് എഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ. അതെന്ത് ചെയ്യും, സാമ്പിളിംഗ് ഫ്ലക്ച്വേഷനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് മെഷർ ഓഫ് ഡിസ്പെർഷൻ സിൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 2 പൊസിഷൻ മെഷർ. ഇതൊരിക്കലും എന്തല്ല ഒരു ഗുഡ് മെഷർ ഓഫ് ഡിസ്പെർഷൻ അല്ല. കാരണം എന്താ വെച്ചാൽ അത് 2 പൊസിഷൻ മെഷറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ 25% ഫസ്റ്റ് പൊസിഷനും ലാസ്റ്റ് പൊസിഷനും, അങ്ങനെ 2 പൊസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മൊത്തം വാല്യൂസിനും ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് എന്തല്ല ഒരു ഗുഡ് മെഷർ അല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മീൻ ഡീവിയേഷൻ ആണ് പറയുന്നത്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഓഫ് മീൻ ഫ്രം ദെയർ ഒബ്സർവേഷൻ ആൻഡ് ദെയർ മീൻ ഈസ് നോൺ ആസ് മീൻ ഡീവിയേഷൻ. അതായത് ഡിഫറൻസ് ഓഫ് മീൻ ഫ്രം ദെയർ ഒബ്സർവേഷനിൽ നിന്ന് മീൻ കണ്ടെത്താം, അതും പിന്നെ അവയുടെ മീനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, മീൻ ഡീവിയേഷൻ എന്ന് പറയാം. ആ മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. 2 ഇക്വേഷൻസ് ഉണ്ട്, ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കും ആൻഡ് ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കും. സോ സപ്പോസ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് x1 x2 x3 എക്സെട്ര xn നമുക്ക് തരികയാണെങ്കിൽ അതിന് n വാല്യൂസ് ഓഫ് വേരിയബിൾ ആണുള്ളത്. ആൻഡ് ഈസ് ദി മീൻ ആൻഡ് ദ മീൻ ഡീവിയേഷൻ എം ഡി അബൌട്ട് മീൻ ഈസ് ഡിഫൈൻ. മീൻ ഡീവിയേഷൻ എം ഡി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എം ഡി ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് എൻ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് എൻ എന്ന് വരും. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ കൂടി സം ചെയ്യുക, അതാണ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്താണ്, എക്സ് ബാർ ഓരോ വാല്യൂസും. അതിപ്പോൾ x1 പറഞ്ഞത്, ഇപ്പം നമുക്കൊരു x1 പറഞ്ഞാൽ ഇപ്പം നമുക്ക് 1 2 3 3 വാല്യൂ ആണെന്ന് വിചാരിക്കാം. ഈ 3 വാല്യൂവിൽ നമുക്ക് ഇതിൻ്റെ മീൻ പറഞ്ഞാൽ എന്താ വരും, 1 + 2 + 3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ 1 + 2 3 3 + 3 6 6/3 എന്ന് പറഞ്ഞാൽ മീൻ 2 വരും. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക, ഈ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ് നമുക്ക് പറഞ്ഞത്. സോ 1 - 2 മോഡുലസ് ഉണ്ട് ഡിവൈഡഡ് ബൈ n 3 വാല്യൂ ആണ്. 1 - 2 -1 ആണ് വരിക, അത് മോഡുലസ് ഉള്ളതുകൊണ്ട് 1/3 പ്ലസ് അടുത്ത് 2 - 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് അടുത്ത് എന്ത് വരും, 3 - 2 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇതിൻ്റെ കൂടി സമ്മാണ് നമ്മൾ എന്ത് വരിക, മീൻ ഡീവിയേഷൻ വരിക. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, അല്ല ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, മീൻ ഡീവിയേഷൻ അബൌട്ട് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വരുന്നത്. ഓക്കെ, ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ നമുക്ക് നോക്കാം. ഗ്രൂപ്പ്ഡ് ഡാറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരുന്നുണ്ടാവും, എക്സും തരുന്നുണ്ടാവും, എഫും തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. സോ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് വരിക. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയുടെ സമ്മാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ. ഓക്കെ, അത് നമ്മൾ മീൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിയുടെ സമ്മാണ്. സോ സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് എൻ, വേർ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡഡ് ബൈ എൻ. അങ്ങനെ വരും, എഫ് ഐ ഡി ഐ ഡിവൈഡഡ് ബൈ എൻ. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, അടുത്ത നമ്മൾ കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണ് നോക്കുന്നത്. സോ കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ദി പെർസെൻറ്റേജ് റേഷ്യോ ഓഫ് മീൻ ഡീവിയേഷൻ ആൻഡ് മീൻ ഈസ് ആസ് നോൺ ആസ് കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ CMD ആണ് ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് റേഷ്യോ ഓഫ് മീൻ ഡീവിയേഷൻ, അത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് മീൻ ബാർ ഇൻറ്റു 100. അതാണ് എന്ത്, കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മീൻ ഡീവിയേഷൻ ഓഫ് മീൻ ബാർ ഡിവൈഡഡ് എക്സ് ബാർ ഇൻറ്റു 100. ഫോർ ഗ്രൂപ്പ്ഡ് ആയാലും അൺഗ്രൂപ്പ്ഡ് ആയാലും ഇങ്ങനെ തന്നെ വരുള്ളൂ. ദെൻ മെറിറ്റ്സ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു കമ്പ്യൂട്ട്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാവും ചെയ്യും, അതേപോലെ എന്ത് ചെയ്യും, കമ്പ്യൂട്ട് ചെയ്യാനും പറ്റും. ഇറ്റ് ഈസ് ലെസ് എഫക്റ്റഡ് ബൈ ദി എക്സ്ട്രീം വാല്യൂസ് ലെസ് എഫക്റ്റഡ് ആണ്. സോ അടുത്ത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, മീൻ ഡീവിയേഷൻ വരുന്നത്. കാരണം 1 2 3 എന്ന് പറഞ്ഞാൽ 3 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ആ 3 ഒബ്സർവേഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, മീൻ ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് മീൻ ഡീവിയേഷൻ പറഞ്ഞാൽ ദിസ് മെത്തേഡ് മേ നോട്ട് ഗീവ് us accurate റിസൾട്ട്. അതായത് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വരണമെന്ന് നിർബന്ധമില്ല. കാരണം ഡിവിഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ പോയിന്റ് സംഖ്യകളൊക്കെ വരും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് വരില്ല. നെക്സ്റ്റ് ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഫർദർ അൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് റയർലി യൂസ്ഡ് ഇൻ സോഷ്യോളജിക്കൽ ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. അത് സോഷ്യോളജിക്കലായിട്ടും അതേപോലെ ബിസിനസ് സ്റ്റഡീസിലൊക്കെ റയർലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ വേരിയൻസ്. വേരിയൻസ് പറഞ്ഞാൽ ദി സ്ക്വയർ ഡീവിയേഷൻ ഓഫ് മീൻ ഫ്രം ദെയർ ഒബ്സർവേഷൻ ആൻഡ് ദെയർ മീൻ ഈസ് നോൺ ആസ് വേരിയൻസ്. അതായത് നമുക്ക് സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തരും, അതിൻ്റെ മീനിൻ്റെ എന്താണ് സ്ക്വയർ.
ഓക്കെ, അപ്പോൾ വേരിയൻസ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഡിഫൈൻ ചെയ്യുന്നത് സിഗ്മ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ ഡിവൈഡഡ് എൻ സ്ക്വയർ. ഓക്കെ, സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് എൻ. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഓൾ ബാർ എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി, ഇത് വേണമെന്നില്ല കേട്ടോ. ഈ ഒരു ഇക്വേഷൻ പഠിക്കാം. ദെൻ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഈ ഒരു ഇക്വേഷൻ പഠിക്കാം. ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എഫ് ഐയും കൂടി വരുന്നേ ഉള്ളൂ. എപ്പോഴും ഗ്രൂപ്പ്ഡ് അൺഗ്രൂപ്പ്ഡും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഗ്രൂപ്പ്ഡിൽ ഇവിടെ ഒരു എഫ് ഐ വരും. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെന്താ, ഈ എൻ എന്നുള്ള സ്മോൾ ലെറ്റർ എൻ ക്യാപിറ്റൽ ലെറ്റർ എൻ ആയിട്ട് മാറും. ഈ സ്മോൾ ലെറ്റർ എൻ പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സിഗ്മ എഫ് ഐ ആണ്. ഓക്കെ, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് പഠിക്കാം. ദെൻ അടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഡീവിയേഷൻ ഓഫ് മീൻ ഫ്രം ദയർ ഒബ്സർവേഷൻ ആൻഡ് ദി സ്ക്വയർ റൂട്ട് വേരിയൻസ് ഈസ് ആസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞാൽ നമ്മൾ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂട്ടാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ. ദാറ്റ് മീൻസ് സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് എൻ എന്ന് വരും. വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്, അതായത് ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് ഗ്രൂപ്പ്ഡ് ഡാറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലും പഠിച്ചു വയ്ക്കാം. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡീമെറിറ്റ്സ് പറഞ്ഞാൽ ആസ് കമ്പയർഡ് ടു അതർ മെഷേഴ്സ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട്. മറ്റ് മെഷേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദി എക്സ്ട്രീം വാല്യൂസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ടു കമ്പയർ ടു സെറ്റ്സ് ഓഫ് ഡാറ്റ വെൻ ദി ഒബ്സർവേഷൻസ് ആർ മെഷേർഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. നമുക്ക് രണ്ട് സെറ്റ്സ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കമ്പാരിസൺ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനിൽ പറയുന്നത്. ഇനി അതിലൊരു ലോറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു ജസ്റ്റ് ഒരു കർവിനെ കുറിച്ച് പറയുന്നത്. അതെന്താ വെച്ചാൽ ഇറ്റ് ഇസ് ദി ഗ്രാഫിക്കൽ മെഷർ. ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാഫിക്കൽ മെഷറാണ്. ഇറ്റ് യൂസസ് ദി ഇൻഫർമേഷൻ എക്സ്പ്രസ്ഡ് ഇൻ എ കുമുലേറ്റീവ് മാനർ ടു ഇൻഡിക്കേറ്റ് ദി ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി. അതായത് നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തും. ആ കുമുലേറ്റീവ് ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുക, നമുക്ക് ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ലോറൻസ് കർവ് എന്ന് പറയാം. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി യൂസ്ഫുൾ ഇൻ കമ്പയറിംഗ് ദ വേരിയബിലിറ്റി ഓഫ് 2 or more ഡിസ്ട്രിബ്യൂഷൻ. രണ്ടോ അതിൽ കൂടുതലോ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ വേരിയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. അതൊരു ഗ്രാഫിക്കൽ മെഷറാണ്. അപ്പോൾ അത്രയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലുള്ളത്. ഇതിൽ നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് തിയറി പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഓരോ മെത്തേഡ്, അതായത് റേഞ്ചിൻ്റെ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതിൻ്റെ റേഞ്ചിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രോബ്ലം. ജസ്റ്റ് 1 minute. റേഞ്ചിൻ്റെ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതിൻ്റെ പ്രോബ്ലം, അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻറ്റ്, എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻറ്റും പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീഡിയോയ്ക്ക് ചെയ്യാം. അപ്പോൾ തിയറി പാർട്ട് എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ, അതായത് തിയറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിൻ്റെ ഇക്വേഷൻസ് ഗ്രൂപ്പ്ഡ് ഡാറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലും ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.